നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. The reality of life is that everything has a beginning and everything has an end. When that time comes, you simply have to respect it and move forward. I have always relied on timing in my batting and I have always understood its importance. Today, I feel the timing is right for me to move on and announce my retirement from international cricket. സോ അതാണ് കേട്ടല്ലോ, അജിങ്ക്യ രഹാനെയുടെ വിടവാങ്ങലാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുകൊണ്ടാണ്. ക്യാപ് 278 സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട് ഓവർ ദി ഇയേഴ്സ്, ഫോർ എവർ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം നമ്മൾ ഒരുപാട് കണ്ടതാണ് വിദേശ മണ്ണുകളിൽ, വിദേശ പിച്ചുകളിൽ. എടുത്തു പറയാൻ എത്ര ഇന്നിങ്സുകൾ. ദർബനിലെ 96 റൺസ്, നോട്ടിംഗ്ഹാമിലെ പോരാടി നേടിയ 81 റൺസ്, ലോർഡ്സിലെ സെഞ്ചുറി 103 റൺസ് അടിച്ചത്, ജമൈക്കയിലെ 108 നോട്ട് ഔട്ട്, മെൽബണിലെ പോരാട്ട വീര്യം 112, വെല്ലിംഗ്ടണിൽ 118, കൊളംബോയിൽ 126, മെൽബണിലെ 147. അപ്പം എന്താ പറയുക, വിദേശ മണ്ണുകളിൽ, വിദേശ പിച്ചുകളിൽ ഇന്ത്യൻ ടീമിൻ്റെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അജിങ്ക്യ രഹാനെ 38 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി 85 ടെസ്റ്റുകൾ, 90 ഏകദിന മത്സരങ്ങൾ, 20 T20I മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. 85 ടെസ്റ്റുകളിൽ നിന്ന് 5077 റൺസാണ്, 38.46 ബാറ്റിംഗ് ആവറേജ്, 12 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും ഉണ്ടായി. 188 ആണ് അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോർ. ഏകദിനത്തിലാണെങ്കിൽ 90 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. 2962 റൺസ് അടിച്ചു, 35.26 അദ്ദേഹത്തിൻ്റെ ആവറേജ്, 3 സെഞ്ചുറികളും 24 അർദ്ധ സെഞ്ചുറികളും. T20Iയിൽ 20 മത്സരങ്ങൾ കളിച്ചു, 375 റൺസ് അടിച്ചു, 20.83 ആവറേജ്, ഒരു അർദ്ധ സെഞ്ചുറി ഉണ്ട്. ടോപ്പ് സ്കോർ 61. ഏതായാലും ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. ഒരുപാട് നാൾ ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്ന അജിങ്ക്യ രഹാനെ ഇതാ ഒഫീഷ്യലായിട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.